നമസ്കാരം, VBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പാർലമെന്റ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മൗര്യ ഗാർഡൻസിൽ നടന്ന കൺവെൻഷൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. LDF തൊടുപുഴ അസംബ്ലി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. CPM ജില്ലാ സെക്രട്ടറി MM മണി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധം മൂലം കേരള കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് ലഭിക്കുമെന്ന് പാർട്ടി സ്ഥാനാർത്ഥി സാബു വർഗീസ്. ഇടുക്കി പ്രസ് ക്ലബിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സാബു വർഗീസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാരും രക്ഷിതാക്കളും തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. INPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ ജോസഫ് പെരുവന്താനം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് M തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം തൊടുപുഴയിൽ നടന്നു. പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പാർലമെന്റ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മൗര്യ ഗാർഡൻസിൽ നടന്ന കൺവെൻഷൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന് ദേശീയ തലത്തിലുള്ള പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തും വളരെയേറെ പ്രാധാന്യമുണ്ട്. ദേശീയ തലത്തിൽ കോൺഗ്രസ് നയിക്കുന്ന UPA ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്: പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, സെക്യുലർ ഇന്ത്യ. മതേതരത്വം നമ്മുടെ രാജ്യത്തിന് ഒരു വ്യക്തിക്ക് പ്രാണവായു പോലെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിനൊരു പോർലേറ്റാൽ ഇന്ത്യ അല്ലാതെയാകും. മതേതരത്വം ഇന്ത്യയെ ഒന്നാക്കി നിർത്തുന്ന, ഇന്ത്യക്കാരെ ഒന്നായി കാണുന്ന ആ മതേതരത്വം നമുക്ക് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ സ്ഥിരത, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലേ രാജ്യത്ത് പുരോഗതി ഉണ്ടാകും, രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകും, പട്ടിണി മാറ്റാനും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. ഇത് രണ്ടും ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPAക്ക് അല്ലാതെ മറ്റാർക്കും സാധിക്കും. KPCC പ്രസിഡന്റ് VM സുധീരൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ധനകാര്യമന്ത്രി KM മാണി, ജലവിഭവ മന്ത്രി PJ ജോസഫ്, വനം മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്, കേരള കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ, UDF സംസ്ഥാന ജില്ലാ നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അൽ അസ്ർ കോളേജ് ക്യാമ്പസിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു.
എമ്മിൻ്റെ നേതൃത്വത്തിൽ അത്യുജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. വിദ്യാർത്ഥി സമൂഹം ഈ തെരഞ്ഞെടുപ്പിനെ വലിയ ആരവത്തോടുകൂടി ആവേശത്തോടുകൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി ഇതിനെ കാണാം. ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉറച്ച വിജയം, 100% ഉറച്ച വിജയം സമ്മാനിക്കും എന്നുള്ളതിൻ്റെ പ്രതീക്ഷകൾ ഈ സ്വീകരണത്തിൽ നിന്നും ഞാൻ കാണുകയാണ്. LDF തൊടുപുഴ അസംബ്ലി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. തൊടുപുഴ മണക്കാട് ജംഗ്ഷനിലാണ് ഓഫീസ്. CPM ജില്ലാ സെക്രട്ടറി M. മണി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ശേഷം സ്ഥാനാർത്ഥിക്കൊപ്പം പ്രകടനമായാണ് പ്രവർത്തകർ ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയത്. കർഷക തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും അധ്വാനിക്കുന്ന ജനവിഭാഗത്തെയും മുതലാളിത്ത കോർപ്പറേറ്റുകൾക്ക് വരികയാണ്. ഇടുക്കി ജില്ലയിലെ കർഷകനെയും പാവപ്പെട്ടവരെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും തനിക്ക് നൽകുന്ന ഓരോ വോട്ടുകളും ഈ നാടിന്റെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഇതുവഴി കടന്നു വരികയാണ്. ഇടുക്കിയിലെ ആപാലവൃത്തം ജനങ്ങളുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ കേരള കോൺഗ്രസ് ശക്തി കേന്ദ്രമായ ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജിനെ തഴഞ്ഞ് സീറ്റ് കൈയടക്കിയ കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധം മൂലം കേരള കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് ലഭിക്കുമെന്ന് പാർട്ടി സ്ഥാനാർത്ഥി സാബു വർഗീസ് പറഞ്ഞു. പ്രസ്ഥാനത്തിന്റെ ശക്തി അവഗണിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിക്ക് പിന്നാലെ പോയ CPM നിലപാട് മൂലം ആ പാർട്ടിയുടെ അണികളും BJPക്ക് ഒപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി പ്രസ് ക്ലബിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സത്യത്തിൽ പട്ടയത്തിന് വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കുന്ന വീട്ടുകാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അവർക്ക് 10 സെൻറ്റ് 50 സെൻറ്റ് സ്ഥലം ബാങ്കിൽ പണയം വെക്കണമെങ്കിൽ അതിന് പട്ടയം കൊടുക്കണ്ടേ? സത്യത്തിൽ ഇന്ന് ഇടുക്കിയിൽ മാത്രം 4,20,000 പട്ടയം പെൻഡിങ് കിടക്കുന്നു. എന്താ പട്ടയം കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ടെന്താ? BJP ആവശ്യപ്പെടുന്നത് അർഹരായ എല്ലാവർക്കും പട്ടയം കൊടുക്കണം. കൊടുക്കാം എന്ന് പറയും. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം മറക്കും. തീർച്ചയായിട്ടും പ്രാഥമിക പരിഗണന അർഹിക്കുന്നത് പാവപ്പെട്ട ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ്. പട്ടികജാതി പട്ടികവർഗ ആളുകൾ എത്രയോ ആളുകൾ ഇതിന് പുറത്ത് ഇറങ്ങി നടക്കുന്നു. നമുക്കറിയാം 2 തരത്തിലുള്ള ഒന്ന് 1977 മുൻപിലുള്ള കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും. ഈ കുടിയേറ്റക്കാരാണ് പട്ടയത്തിനോട് പുറകെ നടക്കുന്നത്. കയ്യേറ്റക്കാർ നടക്കുന്നില്ല, അവർക്ക് കിട്ടിയിരിക്കുന്നു. അവർക്ക് ഒത്തിരി എക്സ്റ്റൻറ്റുകളുണ്ട്, അവരുടെ പുറകിൽ ആളുകളുണ്ട്, അവർക്ക് പട്ടയം കൊടുക്കുന്നു. പാവപ്പെട്ടവന് പട്ടയം കിട്ടുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണം തീർച്ചയായിട്ടും. രണ്ടാമതായി നിങ്ങൾക്കറിയാം, ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ശാന്തൻപാറ ഭാഗത്ത് ഒത്തിരി സ്ത്രീകൾ കുടമായിട്ട് 2-3 കിലോമീറ്റർ നടന്നിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ രാഷ്ട്രീയ സംഘർഷ കേസിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ജാമ്യമെടുത്തു. 2010 ഡിസംബർ 13 തൊടുപുഴ IC കോളേജിന് മുമ്പിൽ വെച്ച് എതിർ ഗ്രൂപ്പുകാരായ മാത്യു കുഴൽനാടൻ, ജോർജി ജോർജ് എന്നിവരെ കല്ലുകൊണ്ട് തലക്കിടിച്ച് പരിക്കേൽപ്പിച്ചുവെന്നും അന്യായമായി സംഘം ചേരൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് തൊടുപുഴ പോലീസ് ചാർജ് ചെയ്ത കേസിലാണ് ചൊവ്വാഴ്ച തൊടുപുഴ CJM കോടതിയിലെത്തി UDF സ്ഥാനാർത്ഥി ജാമ്യം നേടിയത്. 10 പേർ പ്രതിയായ കേസിലെ 1-ാം പ്രതിയാണ് UDF സ്ഥാനാർത്ഥി കൂടിയായ ഡീൻ കുര്യാക്കോസ്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ജോയ്സ് ജോർജ് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയോ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിയോ എന്ന ചോദ്യം ഉയരുന്നു. വ്യക്തമായ മറുപടികളുമായി നേതാക്കളും രംഗത്തെത്തി. LDFന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതു മുതൽ ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിലെ ചോദ്യമാണിത്. സ്ഥാനാർത്ഥിയുടെ പേരിനു മുന്നിൽ ഏതു സംഘടനയുടെ പേര് ചേർക്കുമെന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ് ഇടതുമുന്നണിയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും. ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജോയ്സ് എന്നു CPM അവകാശപ്പെടുമ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണെന്ന് സമിതി ഭാരവാഹികൾ വാദിക്കുന്നു. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും ഇടതുമുന്നണിയും ഒരുമിച്ചാണ് തന്നെ ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതെന്ന് സമിതിയുടെ നിയമോപദേഷ്ടാവ് കൂടിയായ ജോയ്സ് ജോർജും പറയുന്നു. ജനാധിപത്യ മുന്നണിയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. അതിവിടെ എല്ലാവരും പറഞ്ഞല്ലോ. എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചുവന്ന മാലയിട്ടവരുണ്ട്, തോർത്തിട്ടവരുണ്ട്. ഈ 2 പക്ഷത്തുള്ള ആളുകൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അതിനകത്ത് ഒരു ആശങ്കയില്ല. പ്രചാരണ യോഗങ്ങളിൽ CPMന്റെയോ ഇടതുമുന്നണിയുടെയോ പേര് പറയാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഭാരവാഹികൾ ശ്രമിക്കാത്തതാണ് ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നത്. LDF സംസ്ഥാന നേതൃത്വം ജോയ്സ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി തലസ്ഥാനത്ത് പ്രഖ്യാപിച്ചതിനു തൊട്ടു പിന്നാലെ കുമളിയിൽ നടന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ ജോയ്സിനെ സമിതിയുടെ സ്ഥാനാർത്ഥിയായി ജനറൽ കൺവീനർ
ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പ്രഖ്യാപിച്ചു. സമിതിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ആശ്ചര്യമായി. അതേസമയം ഇടതുമുന്നണിയുമായുള്ള ധാരണാപ്രകാരമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ വിശദീകരണം. ഞായറാഴ്ച കട്ടപ്പനയിൽ നടന്ന ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ LDF കൺവീനർ വൈക്കം വിശ്വനോ മറ്റ് സംസ്ഥാന നേതാക്കളോ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പേര് പരാമർശിച്ചതേയില്ല. ജോയ്സ് ജോർജും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പേര് പറയാതെയാണ് പ്രസംഗിച്ചത്. ഒരേ സമയം LDFന്റെയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെയും സ്ഥാനാർത്ഥിയാണെന്ന് പറയുമ്പോഴും ഇരു വിഭാഗങ്ങളിലെയും പ്രവർത്തകർ തമ്മിൽ പ്രചരണ രംഗത്ത് മാനസിക ഐക്യമില്ലാത്തതാണ് ഇതിനു കാരണമെന്ന് പറയുന്നു. ജോയ്സിന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിലും വേർതിരിവ് പ്രകടമാണ്. ഇടതുമുന്നണിയുടെ ചുമരെഴുത്തുകളിലും പോസ്റ്ററുകളിലും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പേരില്ല. ഇടത് സ്വതന്ത്രർ എന്ന് മാത്രമേ ഉള്ളൂ. ഈ ആശയക്കുഴപ്പം UDF പ്രചരണായുധമാക്കുകയും ചെയ്തു. ജോയ്സ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത് CPM ആണോ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയാണോ എന്നും വ്യക്തമാക്കണമെന്ന് ചീഫ് വിപ്പ് PC ജോർജ് ആവശ്യപ്പെട്ടു. ജോയ്സ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുൻകൈ എടുത്തത് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി MO മണിയാണ്. പിന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്തുണയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ജോയ്സ് ജോർജ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. CPIയുടെ എതിർപ്പ് മറികടന്നാണ് ജോയ്സിന്റെ സ്ഥാനാർത്ഥിത്വം LDF ജില്ലാ കമ്മിറ്റിയിൽ മണി പ്രഖ്യാപിച്ചത്. ഇടതു സ്ഥാനാർത്ഥിയാണെന്ന് പോലും ജോയ്സ് ജോർജ് ഉറപ്പിച്ചു പറയാൻ മടിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രചരണത്തിനിറങ്ങുകയെന്നും LDFിലെ പല ഘടകകക്ഷികളും CPMനോട് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. BBC ന്യൂസ് ഇടുക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാരും രക്ഷിതാക്കളും തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഡോക്ടർ S ബലരാമൻ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കുക, സർക്കാർ സർവീസിൽ ഒഴിവുള്ള നഴ്സുമാരുടെ നിയമനം PSC വഴി നടപ്പാക്കുക, വിദ്യാഭ്യാസ വായ്പ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക, മെയിൽ നഴ്സുമാർക്ക് നിയമനത്തിൽ സംവരണം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. INPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ ജോസഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വായ്പ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക. വിദ്യാഭ്യാസ വായ്പ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കുക. INPA സിന്ദാബാദ്. വിശേഷ മാർച്ച് സിന്ദാബാദ്. കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ആരോഗ്യ മേഖലയുടെ സജീവ സമ്പുഷ്ടിക്ക് നിദാനമായ സേവന വ്യവസ്ഥയുടെ ആ മേഖലയുടെ കാവലാളുകളാണ് ഈ നഴ്സുമാരെന്ന സത്യം ഭരണാധികാരികൾ മറന്നുപോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖല അനുസ്യൂതം പുഷ്ടിപ്പെടുന്നില്ലെങ്കിൽ ജനതയുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും അങ്ങനെ ആരോഗ്യമില്ലാത്ത ഒരു തലമുറയിലൂടെ ശിഥിലമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയും രാഷ്ട്രവും രൂപവൽക്കരിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളത് ഒരു സത്യമാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പല വിഷയത്തിലും മോശാനിച്ചു നിൽക്കുന്ന ഭാരതം ആരോഗ്യമില്ലാത്ത ഒരു ജനതയുടെ കടങ്കൽ പാളയം എന്ന നിലയിലും ആക്ഷേപിക്കപ്പെടുവാൻ പോകുന്ന ഒരു ഘട്ടമാണ് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സർവീസ് സംഘടനകൾക്ക് INPA ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു കൊന്നനാൽ അധ്യക്ഷത വഹിച്ചു. INPA ഇടുക്കി ജില്ലാ സെക്രട്ടറി N വിനോദ് കുമാർ, INPA ജില്ലാ വൈസ് പ്രസിഡന്റ് CJ ആന്റണി, സാലി ജെയിംസ്, സോമനാഥൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ പാർലമെന്റ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ മൗര്യ ഗാർഡൻസിൽ നടന്ന കൺവെൻഷൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. LDF തൊടുപുഴ അസംബ്ലി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. CPM ജില്ലാ സെക്രട്ടറി MM മണി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധം മൂലം കേരള കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് ലഭിക്കുമെന്ന് പാർട്ടി സ്ഥാനാർത്ഥി സാബു വർഗീസ്. ഇടുക്കി പ്രസ് ക്ലബിന്റെ മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സാബു വർഗീസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നഴ്സുമാരും രക്ഷിതാക്കളും തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. INPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ ജോസഫ് പെരുവന്താനം മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
കേരള കോൺഗ്രസ് എം തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം തൊടുപുഴയിൽ നടന്നു. പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് അധ്യക്ഷത വഹിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. തൊടുപുഴയിൽ നിന്നുള്ള പ്രാദേശിക വാർത്തകൾ ഇപ്പോൾ ലോകത്തെങ്ങും ലഭിക്കുന്നു. തൊടുപുഴയിലെ ആദ്യത്തെ വെബ് TV ചാനൽ ഇന്ന് തന്നെ സന്ദർശിക്കുക www.bbcnewstodupuഴ.com. തൊടുപുഴയ്ക്ക് സമീപമുള്ള 16 ഗ്രാമപഞ്ചായത്തുകളിലും ഇന്റർനെറ്റിലും ഇപ്പോൾ BBC വാർത്തകൾ ലഭിക്കുന്നു. BBC ന്യൂസ് തൊടുപുഴയുടെ സ്വന്തം വാർത്താ ചാനൽ. സന്ദർശിക്കുക www.bbcnewstodupuഴ.com.